ശ്രീ എ കെ രാജ്, BJP എത്ര സീറ്റിൽ ജയിക്കുമെന്നാണ് ഈ അവസാന നിമിഷത്തെ പ്രതീക്ഷ? ഇല്ല, സീറ്റുകളുടെ എണ്ണമല്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. സത്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഓരോരോ തെരഞ്ഞെടുപ്പ് എടുത്താൽ പല തെരഞ്ഞെടുപ്പുകളും എന്താ പറയുക, ചരിത്രപരമായ മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതായത് സാധാരണയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്നാണ് ഈ എക്സിറ്റ് പോളുകളുടെ ഈ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പരാജയപ്പെടുമെന്ന് വെച്ചാൽ എക്സിറ്റ് പോളുകൾ ശാസ്ത്രീയമായിട്ട് ഫലപ്രദമായിട്ട് ചെയ്താൽ പരാജയപ്പെടാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പലപ്പോഴും അത് നടപ്പാക്കുന്നതിൽ വീഴ്ചകളുണ്ടാകാം, അതുകൊണ്ടുകൂടിയാവും പരാജയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ വോട്ട് പെട്ടിയിലാണ്, ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് രണ്ട് മുന്നണികൾക്കും, അതായത് UDFനും LDFനും വലിയ നേട്ടം പറയുന്നില്ല. അതപ്പോൾ LDF ജയിക്കുകയാണെങ്കിൽ ചെറിയ സീറ്റുകൾക്ക്, UDF ജയിക്കുകയാണെങ്കിൽ ചെറിയ സീറ്റുകൾക്ക് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ശതമാനം എടുത്ത് നോക്കിയാൽ പരമാവധി 40%, 35-നും 40% സീറ്റുകൾ ഈ മുന്നണിയിൽ കിട്ടുമെന്നാണ് വിചാരിക്കേണ്ടത്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ രണ്ട് മുന്നണികൾക്ക് 35% സീറ്റിലേക്ക് വരുമ്പോൾ 70 കഴിയുമ്പോൾ ബാക്കി 30% വോട്ടർ അല്ലെങ്കിൽ വോട്ടർമാർ അവരുടെ മനസ്സ് വലിയൊരു ഘടകമല്ലേ. ചാർ സൗ പാർ എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിൽഡ് ചെയ്ത് വെച്ചതിന്റെ പുറത്ത് ഒരുപാട് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ഇവിടെ ഇപ്പൊ നോക്കൂ, 10 വർഷം ഭരിച്ച ഒരു സർക്കാർ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നത് ഈ എക്സിറ്റ് പോളുകളെ സ്വാധീനിച്ചിട്ടുണ്ടാകില്ലേ? അല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എക്സിറ്റ് പോളുകൾ ശാസ്ത്രീയമായിട്ട് നടത്തിയാൽ നമ്മളിപ്പോൾ നമ്മുടെ ബാർക്ക് അല്ലെങ്കിൽ പഴയ നമ്മുടെ ടാം എന്നൊക്കെ പറഞ്ഞതിനെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇത് ശാസ്ത്രീയമാണോ എന്ന്. അപ്പോൾ അതിനെപ്പറ്റി നിരീക്ഷിച്ചും പഠിച്ചും മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം അത് ഒരു ശാസ്ത്രീയമായ പഠനം തന്നെയാണ് എന്നാണ്. പക്ഷേ അതിൻ്റെ നടത്തിപ്പിൽ വീഴ്ചകളുണ്ടാകാം എന്ന് പറഞ്ഞതുപോലെ ഈ എക്സിറ്റ് പോളുകളുടെ നടത്തിപ്പിൽ ചിലപ്പോൾ വീഴ്ച ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ സാമ്പിൾ കളക്ഷനിലായാൽ, അതിനെ പഠിക്കുന്നതിലായാൽ, ആ സാമ്പിൾ കളക്ഷൻ എടുക്കുന്ന രീതിയിലായാൽ അതിലൊക്കെ ഉള്ള കുഴപ്പം കൊണ്ടും ഇതിന് വീഴ്ച സംഭവിക്കാം. പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് ഇത് ജനങ്ങളുടേതാണ്. അപ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, എത്രത്തോളം സത്യസന്ധമായിട്ട് എക്സിറ്റ് പോളിൽ പ്രതികരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം തന്നെ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ശരിയായ രീതിയിലുള്ള പ്രതികരണം കിട്ടിയില്ല എന്ന് ഈ പറയുന്ന എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസികൾ തന്നെ പറഞ്ഞതായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. എക്സിറ്റ് പോൾ അല്ല, നമ്മുടെ ഈ ഇലക്ഷന് മുന്നേയുള്ള പോൾ പ്രഡിക്ഷനിൽ. അതെ, അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് എൻ്റെ ഒരു നിലപാട് ഞാൻ മനസ്സിലാക്കിയതാണ്, വളരെ ശാസ്ത്രീയമായിട്ടും കൃത്യമായിട്ടും പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സിറ്റ് പോളുകളെ അല്ലെങ്കിൽ പ്രീ പോൾ പ്രഡിക്ഷനുകളെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ എന്തായാലും നമുക്ക് ഇപ്പോൾ ഉള്ള ഈ പറഞ്ഞ കൂടുതൽ ഏജൻസികളൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ എല്ലാ ഏജൻസികളും കൊണ്ടുവരുന്നത് ഏതാണ്ട് സമാനമായ ഒരു പിക്ചറാണ്. അതായത് രണ്ട് മുന്നണിക്കും വലിയ ഒരു വിജയം പറയുന്നില്ല, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ട് UDFന് വലിയ വിജയമെന്നോ, അല്ലെങ്കിൽ ഇടതുപക്ഷം അവകാശപ്പെടുന്നത് പോലെ ഭരണവിരുദ്ധ വികാരമില്ല, ഞങ്ങൾ 2 തവണ ഭരിച്ചില്ലേ അതുകൊണ്ട് 3ാമതും ഭരിക്കും എന്ന് പറയുന്നതോ ഒന്നും ഈ എക്സിറ്റ് പോൾ റിസൾട്ടിൽ പ്രതിഫലിക്കുന്നില്ല. ഡിബേറ്റ് വിത്ത് മാധു സജി.